ഹായ്, ഇതാണ് നമ്മളെ ഡ്രോണ് DJI Mini 4 Pro. ഇന്ന് നമ്മൾ ഡ്രോണിൻ്റെ കംപ്ലീറ്റ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വാങ്ങിച്ച പാക്കേജിൽ എന്തൊക്കെയാണ് ഉള്ളത്, അതിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ്, അതെങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച പാക്കേജ് DJI Mini 4 Pro. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയിട്ടുള്ള നമ്മളെ ഫ്ലൈ മോർ കോംബോ എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ കിട്ടിയിട്ടുള്ള ബാഗാണിത്. ഒരു സൈഡ് ബാഗാണിത്. നല്ല ക്വാളിറ്റി ഉണ്ട്, വാട്ടർ പ്രൂഫ് ഒക്കെ തന്നെയാണ്. ഇതിന്റെ കവറിങ്ങും ഇതിന്റെ സിബ് വരുന്ന സൈഡൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. ഓൾറെഡി ഇത് അൺബോക്സ് ചെയ്തതാണ്. നമ്മളിത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 2-3 ആഴ്ചത്തോളമായി. അപ്പോൾ ഇതിൽ വരുന്ന സാധനങ്ങളാണിത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് എന്തായാലും കാണിക്കാം. ഇതിൻ്റെ റിമോട്ട് RC ആണ്. ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ RC റിമോട്ട് കൺട്രോളർ. ഇതിപ്പോൾ നമുക്ക് ഇവിടെ വെക്കാം. ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, അടുത്തത് ഇതിൻ്റെ ബാറ്ററി പാക്കാണ്. നമ്മൾ ഫ്ലൈ മോർ കോംബോയിൽ വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഇതിൽ 3 ബാറ്ററി വരുന്നുണ്ട്. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ 3 ബാറ്ററി വരുന്നത്. ഇതതിൻ്റെ കേസാണ്, ബാറ്ററിയുടെ കേസാണിത്. ഇതിപ്പോൾ നമ്മളിതിൽ ബാറ്ററി ഇട്ടോടുകൂടി ഇവിടെ കാണിക്കുന്നുണ്ട് ഓരോന്നിലും എത്ര ചാർജ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇവിടെ പുറകിലൊരു പവർ ബട്ടൺ ഉണ്ട്. അപ്പോൾ ഈ പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഓരോ ബാറ്ററി ഇതിലിപ്പോൾ 3ലും ഫുൾ ചാർജ് ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു ടൈപ്പ് C ഇൻപുട്ട് വരുന്നുണ്ട്. ഇത് ഔട്ട്പുട്ടാണ്, USB ഔട്ട്പുട്ടാണ്. ഇതിന്ന് നമുക്ക് മൊബൈലിലേക്കോ വേറെയുള്ള ഇതിലേക്ക് എന്തെങ്കിലും ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഔട്ട്പുട്ട് വഴി നമുക്ക് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാനും ഇത് പറ്റും. അപ്പോൾ അടുത്തത് ഇതാണ് നമ്മുടെ ഡ്രോണ്. ഇത്ര ചെറുതാണ് കേട്ടോ. ഇത് 249 ഗ്രാം ഉള്ളൂ ആകെ മൊത്തത്തിൽ വരുന്നത്. ഇതിങ്ങനെ നമ്മൾ ഈ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഉള്ള ആകെ. ഇതാണ് നമ്മുടെ ഡ്രോൺ. ഇത് 3 നമുക്കിവിടെ വെക്കാം. ഇപ്പോൾ RC ഉണ്ട്, നമ്മുടെ ഡ്രോൺ ഉണ്ട്, നമ്മൾ ബാറ്ററി പാക്കും നമ്മൾ ഓപ്പൺ ചെയ്തു. പിന്നെ നമ്മൾ ബാഗ് കാണിച്ചു. ഇനി ഇതിൽ വരുന്നത് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ ഒന്നും കൂടെ എന്തായാലും ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിൽ വരുന്നത് നമുക്ക് ഒരു USB to C ടൈപ്പ് ഒരു കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇതൊരു സ്ക്രൂ ഡ്രൈവർ ആണ്, ചെറിയൊരു മിനി സ്ക്രൂ ഡ്രൈവർ. ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനും ഫിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതാണിത്. അതാണ് ഒന്ന് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സാണ്, എക്സ്ട്രാ പ്രൊപ്പല്ലേഴ്സാണ് ഈ വരുന്നത്. നമുക്ക് ഡ്രോണിൽ വരുന്നത് ഒരു സൈഡിൽ 2 എണ്ണം വീതം, അങ്ങനെ 4 ഭാഗത്തേക്കും 8 എണ്ണം ടോട്ടൽ നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് അത് ഓൾറെഡി ഡ്രോണിലുണ്ട് 8 എണ്ണം, 8 പ്രൊപ്പല്ലേഴ്സ്. പുറത്ത് അതിൻ്റെ പുറമെ നമുക്ക് ഒരു 3 പെയർ വീതം നമുക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടല് 12 പ്രൊപ്പല്ലേഴ്സ് നമുക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലൊരു C to C കേബിളും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ DJIയുടെ ഒരു സ്റ്റിക്കർ, പിന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ബുക്ക്, അതിൻ്റെ ഒരു സംഭവം കൂടെ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ ടോട്ടലായിട്ട് നമുക്ക് ഫ്ലൈ മോർ കോംബോ എന്ന് പറയുന്ന കോംബോ പാക്കേജ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രോണ് ഇതെങ്ങനെയാണ് നമുക്ക് ഫ്ലൈ ചെയ്യുക, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ നമ്മൾ ഡ്രോൺ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഡ്രോൺ വരുന്നത്. ഇവിടെ ഒരു ബെൽറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സ് കാര്യങ്ങളെല്ലാം മടക്കി വെച്ചിട്ട് ഇതിനെ, കാരണം നമ്മൾ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര തിന്നാണ്. അപ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാനും
ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി ഗാർഡാണിത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളൊരു സേഫ്റ്റി ബെൽറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ പിടിച്ചിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്കൊരു ഗാർഡ് വന്നിട്ടുണ്ട് ഇവിടെ കേട്ടോ. ഇത് ഇതിൻ്റെ ഗിംബലും ക്യാമറയൊക്കെ ഉള്ളതാണ് ഈ സൈഡിൽ, ഫ്രണ്ട് ആയിട്ടുള്ള ഈ സൈഡിൽ കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഗാർഡ് ഇതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്താൽ ഈ ഒരു ഫൈബർ ഗ്ലാസ് ആണിത്. ഇത് അതിൻ്റെ ഒരു ഗാർഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എപ്പോഴും നമ്മൾ വീണ്ടും ഇത് ബാഗിലേക്ക് ഇടുന്ന സമയത്തും നമ്മൾ ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഗാർഡ് എപ്പോഴും സെയിം കറക്റ്റ് പൊസിഷനിൽ കറക്റ്റായിട്ട് നമ്മളത് പ്ലേസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത് കണ്ടോ. അതൊരു ഗിംബലാണ്. ഗിംബലുമ്പോൾ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല, കാരണം അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗിംബലിൻ്റെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ അതിനൊക്കെ ബാധിക്കും. അപ്പോൾ അതിനും തട്ടാനും ഒന്നും പാടില്ലാത്തത് കൊണ്ടാണ് ആ ഗാർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമുക്കിതിൻ്റെ വിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ വിങ്സ് കാര്യങ്ങളെല്ലാം നോക്കാം. ഇതിന് 4 വിങ്സ് ആണുള്ളത്. ഇനി 4 വിങ്സിലും 2 പ്രൊപ്പല്ലേഴ്സ് വീതം, ടോട്ടൽ 8 പ്രൊപ്പല്ലേഴ്സ് ഉണ്ട്. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കാം. ഇതിൽ ഈ താഴെ കാണുന്ന ഇത് ഓപ്പൺ ചെയ്യേണ്ടത് താഴേക്കാണ് കേട്ടോ. താഴേക്ക് ഇങ്ങനെയാണ് നമ്മളിതിനെ മടക്കിയെടുക്കുന്നത്. ഓക്കെ, മടക്കുമ്പോഴും ഇത് താഴേക്കാണ് മടക്കേണ്ടത്. ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ ആ ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അതേ സൈഡിലുള്ള ബാക്ക് സൈഡിലേക്കുള്ള വിങ്സ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്യുന്നത് നേരെ ബാക്കിലേക്കാണ് കേട്ടോ. ഇങ്ങനെ ബാക്കിലേക്കാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, മടക്കുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെ മടക്കാം. ഓക്കെ, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ആദ്യം നമ്മൾ താഴെ ഉള്ളത് താഴെ കൂടെ ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഈ സൈഡിലുള്ളത് നേരെ ബാക്കിലേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഫ്രണ്ടിലത്തെ 2 എണ്ണം താഴേന്ന് മേലേക്കും, ബാക്കിലത്തെ 2 എണ്ണം സൈഡിൽ നിന്ന് ഇങ്ങനെ ബാക്കിലേക്കും ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ടോട്ടൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത് കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഉള്ളൂ ആകെ. നമ്മളൊരു കയ്യിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആകെ ഇത്ര ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതായത് ഇതിന് മൊത്തം 6-7 സെൻസേഴ്സ് വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് കണ്ടോ, ഇവിടെ 2 സെൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇതും സെൻസറാണ്. ഇവിടെ ഒരു സെൻസറും ഇവിടെ ഒരു ലൈറ്റിൻ്റെ, ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ പോലത്തെ ഒരു സാധനം കൂടെ വരുന്നുണ്ട്. പിന്നെ ഇത് 2ഉം സെൻസറാണ്. ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഡ്രോൺ പറത്തുന്ന സമയത്ത് ഓബ്സ്റ്റക്കിൾസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1.5 മീറ്റർ 2 മീറ്ററിൻ്റെ ചുറ്റളവിലൊക്കെ നമുക്ക് ഓബ്സ്റ്റക്കിൾസ് പെട്ടെന്ന് ഇത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മളെ ഡ്രോണിൽ അതിനെ ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ ബ്രേക്ക് ആവും. ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഒന്നിൽ ബ്രേക്ക് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് ബൈപ്പാസ് ചെയ്ത് പോകും. എന്താണോ നമ്മളെ മുന്നിലുള്ള തടസ്സം, ആ തടസ്സം അതിൽ പോയി ഇടിക്കൊന്നും ചെയ്യാതെ തന്നെ അതിനെ ബൈപ്പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ. അത് നമുക്ക് വാണിംഗ് വരും ചെയ്യും കേട്ടോ. നമ്മളെ റിമോട്ടിൽ നമുക്ക് കാണിക്കും, ഒബ്സ്റ്റക്കിൾസ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കും. ബ്രേക്ക് ചെയ്ത് പോകാൻ, അതിനെ ഒന്നിൽ അവിടെ ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്ത് പോവാം. ഓക്കെ, അതിനുള്ള ഓപ്ഷനാണ്, അതിനുള്ള സെൻസേഴ്സും ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ബാറ്ററി ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിത് എങ്ങനെ ഫ്ലൈ ചെയ്യാം, അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, നമുക്കിത് ഇവിടെ ഒന്ന് വെക്കാം. ഇതാണ് നമ്മൾ ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഇതിങ്ങനെ ഇവിടെ ഈ 2 ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി ഇതിന്ന് ഊരിയെടുക്കാൻ കിട്ടും. നമ്മളെ ബാറ്ററി കേസിൽ നിന്ന് ഇത് ഊരിയെടുക്കാൻ കിട്ടും. അപ്പോൾ നമുക്കിത് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നമ്മുടെ ഡ്രോണിൻ്റെ ബാക്ക് സൈഡിൽ ഇതാണ് ഇതിൻ്റെ സ്ലോട്ട് വരുന്നത് കേട്ടോ. ബാറ്ററി ഇതിൻ്റെ അകത്തേക്ക് ഇതിങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഒരു സൗണ്ട് നമുക്ക് വരും. അപ്പോൾ
അതിന്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ഇതിന്റെ പവർ ബട്ടൺ. കണ്ടോ, ഇതാണ് ഇതിന്റെ പവർ ബട്ടൺ. ഓക്കെ, അപ്പോൾ ഡ്രോണിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം നമ്മൾ നോക്കി. ഇനി ഇത് ഫ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ജോയ്സ്റ്റിക്ക് ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ജോയ്സ്റ്റിക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിന് ഇനി ഇതിന്റെ ബട്ടൺസ് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇത് ഏരിയയിൽ പറഞ്ഞു. ഇത് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്, ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ഒരു റോളർ വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ താഴെ 2 ബട്ടൺസും ഉണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടൺ ഇത്. ഓക്കെ, ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ആവും. ഓക്കെ, അത് നമുക്ക് സ്ക്രീനിലും ഉണ്ട് അതിന്റെ ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം. ഫോട്ടോ എടുക്കാനുള്ളതും റെക്കോർഡ് ചെയ്യാനുള്ളതും ഒക്കെ ഓപ്ഷൻസ് നമുക്ക് സ്ക്രീനിലും ഉണ്ട്. പിന്നെ ഇത് ഫോട്ടോ എടുക്കാനുള്ള ബട്ടൺ. ഓക്കെ, ഇതിന്റെ താഴെ ഇവിടെ ഈ റോളർ വരുന്നത്, ഇത് റോളർ ബട്ടൺ വരുന്നത് നമുക്ക് ഗിംബല് പാൻ ചെയ്യാനുള്ളതാണ്. മുകളിലേക്കും താഴേക്കും ഗിംബല്, അതായത് നമ്മുടെ ഡ്രോണിന്റെ ഈ ക്യാമറ ഗിംബല് പാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ റോളർ. ഓക്കെ, പിന്നെ ഇത് വരുന്നത് നമുക്ക് സൂം ഇൻ ചെയ്യാനും ഔട്ട് ചെയ്യാനുള്ളതാണ് ഈ റോളർ. ഓക്കെ, ഇതിന് താഴെ C1 എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണും ഉണ്ട്, C2 എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണും ഉണ്ട്. C1 യൂസ് ചെയ്യുന്നത് നമുക്കിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിംബല് നേരെ ഡൗൺ ആക്കാനും മുകളിൽ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ബട്ടൺ. അതിൽ എന്താണ് നമുക്ക് ഓപ്ഷൻ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റും, വേറെ കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. അത് ഗിംബല് നേരെ താഴെ ആക്കാനും മുകളിലേക്ക് ആക്കാനും. പിന്നെ ഈ ബട്ടൺ എന്താന്ന് വെച്ചാൽ ഗിംബല് നമുക്ക് 2 രീതിക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാം. അതായത് ഒന്ന് ലാൻഡ്സ്കേപ്പ് ആയിട്ട് ഷൂട്ട് ചെയ്യാം, ഒന്ന് പോർട്രേറ്റ് ആയിട്ട്. അതിപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോർട്രേറ്റ് മോഡിലാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോർട്രേറ്റ് മോഡിൽ ഷൂട്ട് ആവും. അപ്പം ഇനി നമുക്ക് ഡ്രോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഡ്രോൺ ഓൺ ചെയ്യാം. ആദ്യം നമുക്ക് റിമോട്ട് ഓൺ ചെയ്യാം. റിമോട്ട് ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഈ പവർ ബട്ടൺ ഉണ്ടോ, പവർ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഒരു വട്ടം പ്രസ് ചെയ്ത് അപ്പം തന്നെ ഒരു 3 സെക്കൻഡ് കൂടെ ഒന്നും കൂടെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ആദ്യം ഒരു പ്രസ്, രണ്ടാമത് പ്രസ് ചെയ്തിട്ട് ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോഴാണിത് ഓണായി വരിക. അപ്പോൾ കണ്ടോ DJI എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീനിൽ അതിൻ്റെ ഇതൊക്കെ വന്നു തുടങ്ങി. ഓണാവാൻ കുറച്ചൊരു 10 സെക്കൻഡ് പിടിക്കും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. കണക്ട് ടു എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ സ്ക്രീനിൽ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ്, ലൊക്കേഷൻ, ടൈം കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ക്വിക്ക് ട്രാൻസ്ഫർ, അതായത് നമ്മളെ ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. പിന്നെ ആൽബം എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ബിഫോർ യു ഫ്ലൈ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് സേഫ് ആയിട്ടുള്ള ഏരിയ ആണോ, ഫ്ലൈ ചെയ്യാൻ സേഫ് ആയിട്ടുള്ള ഏരിയ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഓപ്ഷനാണിത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണോ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഏരിയകളിലൊന്നും പറത്താതിരിക്കുക. നമുക്കിത് 249 ഗ്രാമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ലൈസൻസോ കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ മുകളിലേക്കുള്ള ഡ്രോണിന് കാര്യങ്ങളൊക്കെ ലൈസൻസ്, അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഡ്രോൺ ഓൺ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ റിമോട്ട് ഓൺ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിലും പവർ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. ഈ പവർ ബട്ടൺ ആദ്യം ഒന്ന് പ്രസ് ചെയ്യുക, അതിനുശേഷം 3 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് പിടിക്കാം. അപ്പോഴാണ് ഡ്രോൺ ഓൺ ആവുക. നമുക്ക് നോക്കാം. കണ്ടോ, ഇപ്പം ഇത് ഓണായി. ഗിംബൽ പൊസിഷൻ ചെയ്യും. ഇതിൻ്റെ പ്രൊപ്പല്ലേഴ്സൊക്കെ ഒന്ന് അനങ്ങുന്നത് കാണാം. ഓക്കെ, ഇപ്പോൾ ഡ്രോൺ ഓൺ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ടേക്ക് ഓഫ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു ബട്ടൺ കാണുന്നുണ്ട്, ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ഈ ആരോ മാർക്ക് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇവിടെ ടേക്ക് ഓഫ് എന്നുള്ള ഓപ്ഷൻ വരും. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഹോം പോയിന്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. അതായത് ഇത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളിതിൽ റിട്ടേൺ ടു ഹോം ഫെസിലിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളിതിൽ പറന്ന് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽ വീക്ക് ആവുക, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ബാറ്ററി ലോ ആവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ
നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ഡ്രോൺ തിരിച്ചു കൊണ്ടുവരാൻ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തിരിച്ചു വരാനുള്ള ഒരു ഫെസിലിറ്റി കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടേക്ക് ഓഫിനുള്ള ഓപ്ഷൻ നോക്കാം. ഇവിടെ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വന്നു. അപ്പോൾ ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ നമ്മളെ ഡ്രോണ് ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. നമ്മളെ ഡ്രോൺ ഇപ്പോൾ ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിമോട്ടിൽ നോക്കിയാൽ റിമോട്ടിൽ ഈ ജോയിസ്റ്റിക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ജോയിസ്റ്റിക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് മുകളിലേക്ക് പറത്താനും താഴേക്ക് കൊണ്ടുവരാനും അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാൻ തിരിയാനും ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയാൻ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്ക് തിരിയാൻ റൈറ്റ് സൈഡിലേക്കും ഈ ജോയിസ്റ്റിക്കും ഉപയോഗിക്കാം. അപ്പോൾ എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ മുകളിലേക്ക് താഴേക്ക് പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പാൻ ചെയ്യാനും റൈറ്റ് സൈഡിലേക്ക് പാൻ ചെയ്യാനും അതിനാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ജോയിസ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ റൈറ്റ് സൈഡിലുള്ള ജോയിസ്റ്റിക്ക് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്കിത് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട് സൈഡിലേക്ക് മൂവ് ആവും, ഫ്രണ്ടിലേക്ക് മൂവ് ആവും. താഴേക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് ബാക്കിലേക്ക് മൂവ് ആവും. പിന്നെ റൈറ്റ് സൈഡിക്കും ലെഫ്റ്റ് സൈഡിക്കും ഇങ്ങനെ മൂവ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ റൈറ്റ് സൈഡിലുള്ള ജോയിസ്റ്റിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു റൗണ്ട് സർക്കിൾ കാണുന്നില്ലേ, ഇതെന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഒബ്സ്റ്റക്കിൾസ് ഇത് കാണുന്നുണ്ട്, നമ്മളെ ഡ്രോൺ ഒബ്സ്റ്റക്കിൾസ് കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വാർണിംഗ് തരുന്നതാണ് ഈ റൗണ്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ചുറ്റുവട്ടത്ത് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് എന്നുള്ള ഒരു വാർണിംഗ് കാണുന്നതാണ് അത്. അപ്പൊ ഇനി നമുക്കിതൊന്ന് പറത്തി നോക്കാം, നമുക്കിത് ഫ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ വിഷ്വല് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഉണ്ടോ, ഇത് ഒരു 43-45 അടി ഹൈറ്റിലാണുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ഡിസ്റ്റൻസ് പിന്നെ ഹൈറ്റ്. ഈ മുകളിലുള്ളത് 52 മീറ്റർ എന്നുള്ളത് ഇതിന്റെ ഹൈറ്റ് ആണ്. ഇപ്പൊ ഇത് 52 മീറ്റർ ഹൈറ്റിലാണുള്ളത്. താഴെ കാണുന്നത് 8.4 മീറ്റർ നമ്മളെ ഡിസ്റ്റൻസ്, അതായത് നമ്മളെ ഹോം പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഈ കാണിക്കുന്നത്. ഇവിടെ എച്ച് എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ട് കണ്ടോ, ഈ എച്ച് എന്നുള്ളതാണ് ഇതിന്റെ ഹോം പോയിന്റ് കേട്ടോ. എവിടെ പോയാലും ഈ എച്ച് എവിടെയാണ് എന്നുള്ളത് നോക്കിയാലും മതി. നമ്മളിപ്പോൾ ഇത് ഫ്ലൈ ചെയ്തിട്ടുള്ള ആ പോയിന്റിനെയാണ് ഈ എച്ച് എന്നുള്ളത്, ഹോം പോയിന്റ് എന്നുള്ളതിനെയാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ റെക്കോർഡ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൽ കുറേ മോഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കുറേ ഫ്ലൈ മോഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇത് ഫോക്കസ് ട്രാക്ക് ചെയ്യാനുള്ള മോഡുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ റിമോട്ടിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദൂരം ഒന്ന് ഫ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ റിട്ടേൺ ടു ഹോം എന്നുള്ള ഫെസിലിറ്റി ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് കുറച്ച് ദൂരം പോയിട്ടുണ്ട്, ഒരു 118 മീറ്ററോളം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഹോം പോയിന്റ് ഇവിടെ റിട്ടേൺ ടു ഹോം എന്നുള്ള ഫെസിലിറ്റി ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഒരു സാധനം കാണുന്നുണ്ട് കണ്ടോ, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലാൻഡ് എന്നുള്ളൊരു ഓപ്ഷനും വരും, ഇവിടെ റിട്ടേൺ ടു ഹോം എന്നുള്ള ഓപ്ഷനും വരും. ലാൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാണുള്ളത് അവിടെ ലാൻഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇത് കുറച്ച് ദൂരെയാണുള്ളത്, അപ്പോൾ നമുക്ക് അതിൻ്റെ ലാൻഡിങ് പൊസിഷനും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ റിട്ടേൺ ടു ഹോം കൊടുക്കാൻ പോവാണ്. റിട്ടേൺ ടു ഹോം പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ വരും. ഇപ്പം കണ്ടോ ഒരു പച്ച ലൈന് കാണിക്കുന്നത് നമ്മളിവിടെ ഫ്ലൈ ചെയ്ത സ്ഥലത്ത് നിന്നുള്ള ആ ഒരു പാത്താണ് കാണിക്കുന്നത്. ആ പാത്തിലൂടെ ഈ സാധനം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് തിരിച്ചു വരും. ഇനി മുകളിൽ നമ്മളെ ഡ്രോണ് നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ പൊസിഷൻ കറക്റ്റ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് എവിടെ നിന്നാണ് നമ്മൾ ഫ്ലൈ ചെയ്തത് അവിടെ തന്നെ അത് വന്ന് ലാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഡ്രോണിന്റെ വിശേഷങ്ങൾ. ഇനി നമുക്കിത്
എടുത്തു വെക്കുന്നത്, അതായത് ഇത് കറക്റ്റായിട്ട് വീണ്ടും പാക്ക് ചെയ്ത് നമ്മളിത് എങ്ങനെയാണ് ബാഗിലേക്ക് പ്ലേസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡ്രോൺ പറത്തിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. ഒരു ബാറ്ററി നമുക്ക് കമ്പനി പറയുന്നത് 45 മിനിറ്റ്സ് ആണ്. അപ്പോൾ അത്രേ ഞാനിപ്പോൾ പറത്തി നോക്കിയിടത്തോളം ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട് ഒരു ബാറ്ററി. അങ്ങനെ നമുക്ക് 3 ബാറ്ററി ഉള്ളത്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂർ നമുക്ക് പറത്താനുള്ള ബാറ്ററി എന്തായാലും ഉണ്ടാവും ഫുൾ ചാർജിൽ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വീണ്ടും എടുത്തു വെക്കുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കാം. നമ്മളിത് പറത്തിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മൾ ഡ്രോൺ ഓഫ് ചെയ്യണം. ഡ്രോൺ ഓഫ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൺ ചെയ്ത അതേപോലെ തന്നെ ഒരു വട്ടം പ്രസ് ചെയ്യുക, അതിനുശേഷം 3 സെക്കൻഡ് നമ്മളിത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇത് ഡ്രോൺ ഓഫ് ആവും. ഡ്രോൺ ഓഫ് ആയതിനു ശേഷം നമ്മൾ ഇതിൻ്റെ ബാറ്ററി നമ്മൾ എടുക്കുക. ഇവിടെ മെമ്മറി കാർഡ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, മെമ്മറി കാർഡ് അവിടെ തന്നെ നിന്നോട്ടെ. ബാറ്ററി നമ്മളിപ്പോൾ ഇത് ചാർജ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാറ്ററി നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ആ സെയിം ബട്ടൺ, ബാറ്ററിയിലുള്ള ഈ സെയിം ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നമ്മളിത് ബാക്കിലേക്ക് ഊരിയെടുക്കുക കേട്ടോ. ഓക്കെ, ബാറ്ററി ഊരിയെടുത്ത ശേഷം ബാറ്ററി നമുക്ക് ഈ കേസിൽ തന്നെ ഇട്ട് വെക്കാം. ഈ കേസിൽ ഇടുക. നമ്മൾ ചാർജ് ചെയ്യാൻ വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഈ കേസിൽ തന്നെ നമ്മൾ ഇടുക. ഓക്കെ, ഇപ്പോൾ ഇത് കാണിക്കുന്നുണ്ട് കണ്ടോ. ഇതിലിപ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള 2 ബാറ്ററി ഫുൾ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡ്രോണ് കറക്റ്റായിട്ട് നമ്മളിത് മടക്കി വെക്കണം. അതിന് നമ്മൾ ഇത് ഊരിയത് എങ്ങനെയാണോ, നമ്മളിത് ഓപ്പൺ ചെയ്തത് എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മളിത് വീണ്ടും മടക്കി വെക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിലുള്ള ഈ വിങ് നമ്മളിതിങ്ങനെ താഴേക്ക് മടക്കിയിട്ട് അങ്ങനെ വെക്കും. അതിനുശേഷം ഇതിൻ്റെ പ്രൊപ്പല്ലർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇത് അതേ സൈഡിലുള്ള ബാക്കിലുള്ള വിങ് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ സൈഡിലേക്ക് മടക്കി വയ്ക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടുത്തെ ഫ്രണ്ടിലുള്ള വിങ് താഴേക്ക് മടക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. ഓക്കെ, ബാക്കിലുള്ളത് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇത്രയും ആയപ്പോൾ ഇത് ഡ്രോൺ മടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഗാർഡ് ഫ്രണ്ട്, നമ്മളെ ക്യാമറേൻ്റെ ഈ ഗാർഡ് നമ്മളിത് കറക്റ്റായിട്ട് ഇവിടെ പ്ലേസ് ചെയ്ത് അത് പ്രസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാമറ സേഫായി, ക്യാമറയും ഗിംബലും അവിടെ സേഫായി. ഇനി അതിനുശേഷം ഇതിങ്ങനെ ഈ വിങ്സ് ഒക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുക, താഴെയുള്ളതും മുകളിലുള്ളതും. അതിനുശേഷം നമ്മൾ ഈ ബെൽറ്റ് ഇല്ലേ, നമ്മൾ ഈ സേഫ്റ്റി ബെൽറ്റ്, അതായത് ഇത് വിങ്സിനും കാര്യങ്ങൾക്കും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബെൽറ്റ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഇത് നമ്മളിത് ലോക്ക് ചെയ്ത് വെക്കണം. എന്നാലും മാത്രമേ നമുക്ക് ഈ വിങ്സിനും കാര്യങ്ങൾക്കൊന്നും കേടുപാട് കാര്യങ്ങളൊന്നും വരാതിരിക്കുള്ളൂ. നമ്മളിത് ബാഗിലും ഒക്കെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ, ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്നും പറ്റാതെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ബെൽറ്റ് കറക്റ്റായിട്ട് ഇത് വെച്ചതിന് ശേഷം ഈ ബട്ടൺ നമുക്കിവിടെ ഹോൾഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയായപ്പോൾ നമ്മളെ ഡ്രോൺ ഇത് സേഫായിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് റിമോട്ടും കൂടെ നമുക്ക് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റിമോട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പവർ ബട്ടൺ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. പവർ ബട്ടൺ നമ്മൾ ഡ്രോൺ ഓഫ് ചെയ്ത് അതേപോലെ തന്നെ ഓഫ് ചെയ്യും ഓൺ ചെയ്യുകയും ചെയ്ത് അതേപോലെ തന്നെ ഇത് ഫസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഫസ്റ്റ് ഒന്ന് സിംഗിൾ പ്രസ് ചെയ്യുക, അതിനുശേഷം ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇത് ഓഫായി, ഷട്ട് ഡൗൺ ആയി. ഓക്കെ, ഇനി നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് ഇത് നമ്മൾ സേഫായിട്ട് നമുക്ക് കിട്ടി അതുപോലെ തന്നെ അവിടെ പ്ലേസ് ചെയ്ത് വെക്കണം. കറക്റ്റായിട്ട് ഈ ഒരു ഹോൾഡറിൽ ഇത് പ്ലേസ് ചെയ്ത് വെക്കണം കണ്ടോ. കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, രണ്ടും അതുപോലെ എടുത്ത് അവിടെ തന്നെ വെക്കണം. ഇത് ചാടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര സീനാണ്, അത് പിന്നെ കിട്ടൂല. ഇതിൻ്റെ ഓരോ പാർട്സിനും ഒരു പ്രൊപ്പല്ലറിന് വരെ ഭയങ്കര വിലയാണ്. ഇതിൻ്റെ ടോട്ടൽ വില നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി ഈ ഏരിയയിൽ ഇതേപോലെ തന്നെ ഫസ്റ്റ് ഈ റൈറ്റ് സൈഡിലുള്ള ഏരിയയിൽ അത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെയാണ്. അത് കറക്റ്റ് അത് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഷേപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്.
അപ്പോൾ ഫസ്റ്റ് റൈറ്റ് സൈഡിലുള്ള ഈ ഏരിയയിൽ നമ്മൾ ആദ്യം ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഇത് മടക്കി ഇങ്ങനെ വെക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയയിൽ കറക്റ്റായിട്ട് പൊസിഷനിൽ കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ മടക്കി അവിടെ സേഫ് ആയിട്ട് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡ്രോണിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ഇപ്പം ഒരു 2-3 ആഴ്ചത്തോളമായിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഒന്നുമില്ലാത്തൊരു ബിഗിനർ തന്നെയാണ് നമ്മൾ. അപ്പോൾ അത് വാങ്ങിച്ച് അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മൊത്തം വില എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈ മോർ കോംബോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോംബോ പാക്കേജാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. നോർമൽ ഡ്രോൺ മാത്രം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര പ്രൈസ് വരില്ല. പക്ഷെ നമ്മൾ ഫ്ലൈ മോർ കോംബോ എന്നുള്ള പാക്കേജാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ 3 ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ടോട്ടൽ നമുക്കൊരു 1 lakhന്റെ പുറത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെയും പുറമെ നമ്മൾ മെമ്മറി കാർഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അതിപ്പോൾ ഡ്രോണിൽ മാത്രം പ്ലേസ് ചെയ്തിട്ടുള്ളൂ. 128 GB സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള മെമ്മറി കാർഡാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഡ്രോണിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഡ്രോണിൻ്റെ വിശേഷങ്ങൾ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.